നമസ്കാരം, ഞാൻ സതീഷ് കുമാർ PK, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, വയനാട്. നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയുന്നതിനായി 28/5/2026 മുതൽ കേരള സംസ്ഥാനത്തൊട്ടാകെയും ഒരു സ്പെഷ്യൽ എൻഫോഴ്സ്മെൻറ്റ് ഡ്രൈവ് ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിൽ നടത്തി വരികയാണ്. ഇതിൻ്റെ ഭാഗമായി വയനാട് ജില്ലയിലും പരിശോധനകളും റെയ്ഡുകളും നടത്തി വരുന്നുണ്ട്. ഈ ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായി അടുത്ത ഈ സമയപരിധിക്കുള്ളിൽ 22 NDPS കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അതിൽ പ്രതികളെ പിടികൂടി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായി സ്കൂൾ തുറന്ന സമയത്ത് സ്കൂളുകളിൽ ഇത്തരം ലഹരി വസ്തുക്കൾ വിൽക്കുകയോ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇടപെടാതിരിക്കാനുള്ള എല്ലാവിധ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. സ്കൂൾ അധികൃതരുമായും PTA ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്കൂൾ ആരംഭിക്കുന്നതിന് മുമ്പും ഇടവേളകളിലും അതുപോലെ വൈകുന്നേര സമയങ്ങളിലും സ്കൂൾ പരിസരങ്ങളിൽ പട്രോളിങ്ങും നിരീക്ഷണവും ശക്തമായി നടത്തി വരുന്നുണ്ട്. കൂടാതെ നൈറ്റ് പട്രോളിങ്, ചെക്ക് പോസ്റ്റുകളിലെ വാഹന പരിശോധന എന്നിവ വളരെ കർശനമായി നടത്തി വരുന്നുണ്ട്. വയനാട് ജില്ലയിൽ 3 പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റുകളാണുള്ളത്. മുത്തങ്ങ, തോൽപ്പെട്ടി, ബാവലി ഈ 3 ചെക്ക് പോസ്റ്റുകളിലും കർശനമായ വാഹന പരിശോധന നടത്തി വരുന്നുണ്ട്. കൂടാതെ ചെക്ക് പോസ്റ്റില്ലാത്ത പ്രദേശങ്ങളിൽ കേരള എക്സൈസ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് KEMU എന്ന പേരിൽ പ്രത്യേക മൊബൈൽ പട്രോളിംഗ് യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമ്മുടെ ജനകീയമായ എല്ലാ ഇടപെടലുകളും നടത്തുന്നതിന് വേണ്ടി ജനകീയ കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ വയനാട് ജില്ലയിലെ എല്ലാ ആളുകളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ഈ ഉദ്യമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം നമ്മുടെ ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ആ കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന പരാതികൾ അതാത് സമയത്ത് അറ്റൻഡ് ചെയ്ത് പരിശോധിക്കുന്നതിനായി സ്ട്രൈക്കിംഗ് ഫോഴ്സ് ടീമുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-425-2848 എന്നുള്ളതാണ്. അത് ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും ലഭ്യമാണ്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനമാണ് നമ്മൾ നടത്തി വരുന്നത്. അതിൻ്റെ അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ വിമുക്തി മിഷൻ എന്ന പേരിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിന് സ്കൂൾ കുട്ടികളെയും അതുപോലെ പൊതുജനങ്ങളുടെയും വായനശാലകളും അതുപോലെ ക്ലബ്ബുകളും മറ്റ് സാമൂഹിക സംഘടനകൾ, ആരാധനാലയങ്ങൾ മുതലായവ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ലഹരി നമ്മുടെ സർക്കാരിൻ്റെയും അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെയും ശക്തമായ പ്രവർത്തനം കൊണ്ട് മാത്രം ലഹരി എന്ന വിപത്തിനെ നമുക്ക് നേടാൻ കഴിയില്ല. ശക്തമായിട്ടുള്ള ജനകീയ പിന്തുണയും ജനകീയ ഇടപെടലും ഇതിന് ആവശ്യമാണ്. പൊതുജനങ്ങളുടെ വിവരങ്ങൾ വളരെ അത്യാവശ്യം, ഈ കാര്യത്തിൽ വളരെ അത്യാവശ്യമാണ്. താങ്ക് യു സർ. ഷക്കീല ടെലിവിഷൻ ന്യൂസിനോട് പ്രതികരിച്ചതിന് ഒത്തിരി താങ്ക് യു. എല്ലാവരുടെയും സഹകരണം ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.